പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് പാർട്ടിക്ക് പുറത്തുള്ള ആളാണ്. അത് കാരണം ഞങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു പോയി എന്നുള്ളപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം ഇപ്പൊ പാർട്ടിക്കില്ല. തങ്കപ്പൻ ഉൾപ്പെടെ പ്രവർത്തിച്ച് വിജയിപ്പിച്ച് വിട്ട നിയമസഭയിലേക്ക് വിട്ട ഒരു MLA ആണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തതിനെ തുടർന്ന് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അല്ല, ആയിക്കോട്ടെ, ഞങ്ങൾ ആരായാലും ഒരു തെറ്റ് ചെയ്താൽ ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നുള്ള പാർട്ടിയുടെ കടമയാണ്. അത് 100% ജനമധ്യത്തിൽ മറ്റു പാർട്ടിയേക്കാളും വ്യത്യസ്തമായി പാർട്ടി നടപടിയെടുത്ത് വെളിയിലാക്കി. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആവശ്യപ്പെടണ്ടേ? ഡിസ്മിസ് ചെയ്തല്ലോ ഞങ്ങൾ എല്ലാം മാറ്റാനില്ല. നിൽക്കുന്നത് ഞാൻ പറഞ്ഞെ, അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്ത ഞങ്ങൾക്ക് എന്താ അയാളുടെ മേൽ പവർ കഴിഞ്ഞു ആണ് കഴിഞ്ഞല്ലോ. ഞങ്ങളല്ലല്ലോ MLA കളയേണ്ടത്. ഞങ്ങൾ നിയമപരമായി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു നിയന്ത്രണം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ഞാൻ ചോദിച്ചേ, അത് അയാൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങളല്ല. കാരണം പുറത്തായ ആളെ കുറിച്ച് ഞങ്ങൾ എങ്ങനെ ധാർമ്മികത പറയാൻ? ഞങ്ങളുടെ ഒരു സംഘടനാ മര്യാദയ്ക്ക് ഇതിന് ആരോപണം വന്നപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു. ഇപ്പൊ അദ്ദേഹം പാർട്ടിയിലില്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹം സ്വയം അനുഭവിക്കുക, സ്വയം ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ? ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഞങ്ങൾ ആരാവട്ടെ, ഒരു പാർട്ടിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിയന്ത്രണമുണ്ട്. അയാൾ ഇങ്ങനെ ചെയ്യണം പറയാം. ഇതിപ്പോ പാർട്ടിക്കാരനല്ലല്ലോ. അങ്ങനെയല്ല അല്ല, നമ്മുടെ അതിനകത്ത് ഞങ്ങളുടേതായിട്ടുള്ള കടമ നിർവഹിച്ചല്ലോ, പാർട്ടി ചെയ്തല്ലോ. ഇതുപോലെ അന്തസ്സായിട്ടുള്ള പാർട്ടി വേറെ അതാ ഡിസ്മിസ് ചെയ്ത് അദ്ദേഹം ഞങ്ങൾക്ക് പാർട്ടിയുടെ പുറത്താണ്, അല്ലാണ്ട് സസ്പെൻഡ് കൂടിയല്ല, ഡിസ്മിസ് ആണ്. അദ്ദേഹത്തെ ഞങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതായത് മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ മുതിർന്ന നേതാക്കൾ പറയും രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു വരും. അതേപോലെ ഇപ്പോൾ രാഹുൽ അയാൾ ഡിസ്മിസ് ചെയ്ത ആളുടെ പേരിൽ ഞങ്ങൾ എങ്ങനെ പറയും? ഇനി അയാൾ സ്വയം തീരുമാനിക്കുക ഏത് വേണോ വേണ്ടിയൊന്ന് അയാളെന്റെ തീരുമാനമാണ്. അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേർക്ക് ഞാൻ ചോട്ടെ പുറത്താക്കിയുള്ള ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അയാളെ കുറിച്ചിട്ട് അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല. അല്ല, ഇപ്പൊ ആയിരുന്നു. പക്ഷെ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, പാർട്ടി ഡിസ്മിസ് ചെയ്തു. ഇനി ഡിസ്മിസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം. ഇനി അയാളുടെ പേരിൽ ഞങ്ങൾ നിയന്ത്രണമില്ല. ഞങ്ങളുടെ കയ്യിൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ. ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ്. അദ്ദേഹം MLA ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഓഫൻസ് അദ്ദേഹത്തിനെതിരെ. ഇനി അദ്ദേഹം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ. അയാൾ ചെയ്യുന്നില്ല, അയാൾ സ്വയം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ധാർമ്മികത അല്ലെ? കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത മുമ്പ് ഡിസ്മിസ് ചെയ്തൊരു പാർട്ടി അതുപോലെയാണോ മറ്റു പാർട്ടി? നിങ്ങൾ നോക്കൂ, ഞാൻ എണ്ണി പറയുന്നില്ല. ജനങ്ങളോട് കോൺഗ്രസിന് പ്രതിബദ്ധത അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡിസ്മിസ് ചെയ്തത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടിക്കാരോട് ഉള്ള ഒരു മറുപടി. പാർട്ടിക്കാർ ജനങ്ങളോട് തന്നെയുള്ള മറുപടി തന്നെ അത്. ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തിനെ ഇപ്പോഴാക്കിയല്ല നിങ്ങൾ ഓടി വന്നത്. ഇതിനേക്കാൾ ആരോപണം ഉള്ളവർ അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറുചോദ്യം ചോദിച്ചൂടെ? ഒരു കാര്യം ഞങ്ങള് ഒരു MLA ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തു പറഞ്ഞാൽ എന്റെ അർത്ഥം ഇനി ഇല്ലാന്ന്, ബന്ധം പോയി എന്നെ അർത്ഥം. ഇനി അദ്ദേഹത്തിന്റെ പേരിലില്ല. ഇത് മറ്റു പാർട്ടികൾ എത്രയുണ്ടല്ലോ ഇവിടെ, ഇതിനേക്കാൾ നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ, അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കൂ. ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു. പോരെ? രാഹുൽ എന്തോ ചെയ്തോട്ടെ എന്നല്ല, അല്ലല്ല, അദ്ദേഹം സ്വയം ചെയ്യേണ്ടതാണ്, ഞങ്ങൾ ചെയ്യേണ്ടതല്ല. ഓക്കെ.